ആദ്യം തന്നെ മാജിക് നോട്ട് എന്താണെന്ന് നോക്കാം നമുക്ക്. അതൊരു നോട്ടാണ്, അതായത് ക്രോഷ്യയിൽ 2 യാൺസ് തമ്മിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു കെട്ടിടും. ആ കെട്ടിന് പറയുന്ന പേരാണ്. അത് പലപ്പോഴും നമ്മൾ ഒരു പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യാൺസ് തീർന്നു പോകുന്ന അവസ്ഥ വരുമല്ലോ. അപ്പോൾ നമ്മൾ സെയിം കളർ അതിൽ അറ്റാച്ച് ചെയ്ത് ചെയ്യാനായിട്ടാണ് യൂഷ്വലി യൂസ് ചെയ്യുക. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ 2 കളറായിട്ട് കാണിച്ചു തരാം, അല്ലെങ്കിൽ അത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് മാത്രമാണ് 2 കളർ അങ്ങനെ മാജിക് നോട്ട് ഇട്ട് ചെയ്യേണ്ട ഒരു ഇത് വരാറില്ല. കാരണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ കണ്ട പോലെ സെപ്പറേറ്റ് ഒരു റോ ആയിരിക്കുമല്ലോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ട് അത് അതിൽ അറ്റാച്ച് ചെയ്ത് അങ്ങനെയായിരിക്കും ചെയ്യുക. പക്ഷെ ഇത് സെയിം കളർ, ഒരു പ്രൊജക്റ്റിൽ സെയിം കളർ ഞാൻ തീർന്നു പോകുമ്പോൾ അല്ലെങ്കിൽ യൂസ് ചെയ്യേണ്ടി വരുമ്പോഴാണ് അങ്ങനെ കൂടുതലും എനിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് കേട്ടോ ഈ നോട്ട്. അപ്പോൾ അതിനായിട്ട് ജോയിൻ ചെയ്യേണ്ട 2 കളറ് യാൺസ് ഇങ്ങനെ വെച്ചു. എന്നിട്ട് ഈ റൈറ്റ് സൈഡിലുള്ളത് ഈ മേലെ ഇരിക്കുന്ന യാണിൻ്റെ അടിയിലൂടെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുക, ഒരു ലൂപ്പ് ഫോം ചെയ്യുക. എന്നിട്ട് അതിങ്ങനെ എടുത്ത് നന്നായിട്ട് ഇവിടെ ടൈറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു നോട്ട് ഫോം ചെയ്തു. ഇനി ഇവിടെ ലെഫ്റ്റ് സൈഡിലെ നമ്മൾ ചെയ്യുന്ന ഈ യാണിൻ്റെ മേളിലൂടെയാണ് വെക്കുന്നത്. മേളിലൂടെ വെച്ചിട്ട് ഇങ്ങനെ എടുക്കും. എന്നിട്ട് ഇതും ഒരു നോട്ടായിട്ട് ഫോം ചെയ്യുക, ടൈറ്റ് ചെയ്യുക. ഇപ്പോൾ 2 നോട്ട്സ് കിട്ടി. ഇതെല്ലാം മാജിക് നോട്ട് കിട്ടാനായിട്ട് ഇത് രണ്ടും കൂടെ പിടിച്ച് പുള്ള് ചെയ്ത് ടൈറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മാജിക് നോട്ട്. ഇനി ഈ ബാക്കി നിൽക്കുന്ന എൻഡ്സ് ഇതിനോട് മാക്സിമം ക്ലോസ് ചെയ്ത് കട്ട് ചെയ്ത് കളയുക. ഇതാണ് നമ്മുടെ മാജിക് നോട്ട്. കാണുമ്പോൾ ഭയങ്കര സിമ്പിളാണ്, പക്ഷെ ഭയങ്കര യൂസ്ഫുള്ളാണ് പ്രൊജക്ട്സ് ചെയ്തു തുടങ്ങുമ്പോൾ. അപ്പോൾ ഇത് എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. നെക്സ്റ്റ് മാജിക് സർക്കിൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഈ മാജിക് സർക്കിൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ സ്ലിപ്പ് നോട്ടില്ലേ, സ്ലിപ്പ് നോട്ടിൻ്റെ സെയിം പർപ്പസ് ആണ്. അതായത് ചില പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മളെങ്ങനെയാണ് ക്രോഷ്യയുടെ സ്റ്റിച്ചസ് ചെയ്യുന്നത്, സ്ലിപ്പ് നോട്ട് ഇടും ആദ്യം, എന്നിട്ട് ചെയിൻസ് ഇട്ടിട്ട് അതിൻ്റെ മേലെയാണ് സ്റ്റിച്ചസ് വർക്ക് ചെയ്യുക. സെയിം വേ സ്ലിപ്പ് നോട്ടിന് പകരം നമ്മൾ ഇടുന്ന ഒരു സാധനമാണ് ഈ മാജിക് സർക്കിൾ. ഇപ്പോൾ ക്യാപ്സ്, അതുപോലെ ആമഗുരുമിയുടെ വർക്ക്സ്, റൗണ്ട് ഷേപ്പിലുള്ള സാധനങ്ങൾ, എസ്പെഷ്യലി ഇപ്പോൾ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ മാറ്റ്സ് അങ്ങനെയുള്ള സാധനമൊക്കെ ഈ റൗണ്ട് ഷേപ്പ് കിട്ടാനായിട്ട് നമ്മൾ ആദ്യം തന്നെ ഇടുന്നത് സ്ലിപ്പ് നോട്ടിന് പകരം ഇടുന്ന സംഭവമാണ് ഈ മാജിക് സർക്കിൾ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ആണിങ്ങനെ ഇടുക, ക്രോസ് ആയിട്ട് വയ്ക്കുക, എന്നിട്ട് ഇതിലിങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു സർക്കിൾ പോലെ കിട്ടി. പക്ഷേ ഇത് ലോക്ക് ചെയ്യണം. അതിനായിട്ട് ഒരു ചെയിൻ ചെയ്യാം. കണ്ടോ, ഇതാണ് മാജിക് സർക്കിൾ. ഇതിൽ ഈ എൻഡ് പിടിച്ച് വലിക്കുന്നതനുസരിച്ചിട്ട് കണ്ടോ ഇതിൻ്റെ സൈസ് ഇങ്ങനെ ചെറുതാവും, ഇങ്ങനെ ഇവിടെ തിരിച്ച് വലിക്കുന്നതനുസരിച്ച് വലുതാവും. നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതാണ് മാജിക് സർക്കിൾ. എന്നിട്ട് ഇനി ഈ സർക്കിൾ കണ്ടോ, ഈ ഷേപ്പിൽ ഈ സർക്കിളിലാണ് നമ്മൾ സ്റ്റിച്ചസ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഇതിൽ തന്നെ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് എങ്ങനെയാണ് ഞാൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് മുന്നേ ഇതൊന്നുകൂടെ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. സർക്കിൾ അങ്ങനെ ഇത് സിംപ്ലി ഇവിടെ പിടിച്ച് വലിച്ചാൽ ഇങ്ങോട്ട് അഴിഞ്ഞ് പോരുകയും ചെയ്തോളൂ. ഇങ്ങനെ ക്രോസ് ആയിട്ട് വെക്കുക, ഇതിലേ ഇങ്ങനെ പിടിച്ചിട്ട് വലിക്കുക. കണ്ടോ ഈ സർക്കിൾ. എന്നിട്ട് ഇതിനിവിടെ ലോക്ക് ചെയ്യാനായിട്ട് സിമ്പിളായിട്ടൊരു ചെയിൻ ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് ഈ എൻ്റെ അടുത്ത് ഇങ്ങനെ ക്ലിയർ ചെയ്തിടണം. ഇനി നമ്മൾ എന്നിട്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ഇപ്പോൾ സിംഗിൾ ക്രോഷ്യ ആയിക്കോട്ടെ, അല്ലെങ്കിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്, അല്ലെങ്കിൽ ഹാഫ് ഡബിൾ ക്രോഷ്യ ഏതായാലും ഇതിലായിരിക്കും നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്നത്. സ്ലിപ്പ് നോട്ടിൽ ചെയിൻസിൽ വർക്ക് ചെയ്ത പോലെ ഇവിടെ ഈ റൗണ്ടിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇതിനെ മാജിക് ലൂപ്പ്, മാജിക് സർക്കിൾ എന്നൊക്കെ പറയും. അപ്പോൾ അതിനായിട്ട് ആദ്യം സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് വർക്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ ഇതിലായിരിക്കും ഈ സർക്കിളായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് മാത്രം. ഇങ്ങനെ 2 ലൂപ്സ് കിട്ടും, അതിനൊരു ലൂപ്പാക്കി. ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച്. ഇനി ഇതുപോലെ ഒരു 5 സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസ് കൂടെ ചെയ്ത് കൊടുക്കാൻ പോവാണ്. 2 3 4 5. അപ്പോൾ ടോട്ടൽ 6 ആയിട്ടുണ്ട്. ഇനി ഈ ലൂപ്പ് അല്ലെങ്കിൽ ഈ സർക്കിൾ ക്ലോസ് ചെയ്യാനായിട്ട് ഇവിടെ പിടിച്ച് ഈ എൻഡ് പിടിച്ച് വലിക്കാം. അത് ക്ലോസ് ആയി. ഇനി ഇത് അറ്റാച്ച് ചെയ്യണം. അതായത് ഈ 6th സ്റ്റിച്ച് ഫസ്റ്റ് വണ്ണിലേക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് ഫസ്റ്റ് വണ്ണിൻ്റെ
കണ്ടോ 2 ലൂപ്സ് കാണാം. ഫസ്റ്റ് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചസിൻ്റെ ഈ 2 ലൂപ്പിലും കൂടിയിട്ട് ഹുക്ക് ഇൻസെർട്ട് ചെയ്യുക. എന്നിട്ട് ഈ യാൺ വലിക്കുമ്പോൾ 2 ലൂപ്സ് കിട്ടും. ഇതിങ്ങനെ നിർത്തല്ല ചെയ്യേണ്ടത്. ഈ ഇപ്പോൾ ലാസ്റ്റ് വലിച്ചെടുത്ത ലൂപ്പിനെ ഇതിൻ്റെ അകത്തു കൂടെ ഇങ്ങനെ എടുക്കുക, അതായത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. കണ്ടോ, ഇങ്ങനെയാണ് ഇത് ക്ലോസ് ചെയ്യുന്നത്. അപ്പോൾ ഈ സർക്കിൾ ഇത് നമ്മൾ വലിക്കുന്നതിനനുസരിച്ച് ഇവിടുത്തെ ഹോളിൻ്റെ സൈസ് വ്യത്യാസം ഉണ്ടാവും. ഈ എൻ്റെ എത്രത്തോളം പിടിച്ച് വലിക്കുന്നോ അത്രത്തോളം ഇത് ക്ലോസ് ആവും. അതുകൊണ്ടാണ് ഇത് മാജിക് സർക്കിൾ എന്ന് പറയുന്നത്. കണ്ടോ, ഇതിപ്പോൾ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇട്ടിട്ട് ചെയ്തുകൊണ്ടാണ് ഇത്ര ചെറുത് കിട്ടിയിരിക്കുന്നത് ഈ സർക്കിൾ. ഇനി നമ്മൾ ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് ആ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ആ ലൂപ്പിൽ സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിന് പകരം ചെയ്യുന്ന സ്റ്റിച്ചസ് മാറും. ചിലപ്പോൾ ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടി വരും, ചിലപ്പോൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടി വരും. അതിനനുസരിച്ച് സ്റ്റിച്ചിനനുസരിച്ച് ഈ 6 എന്നുള്ള നമ്പറും ചിലപ്പോൾ വ്യത്യാസപ്പെടും. അതായത് മാജിക് റിംഗ് അല്ലെങ്കിൽ മാജിക് ലൂപ്പ് ചെയ്തിട്ട് ഓരോ പ്രൊജക്റ്റിനും അനുസരിച്ച് നമ്മൾ അതിൽ വർക്ക് ചെയ്യുന്ന സ്റ്റിച്ചസിൻ്റെ നമ്പറും മാറുമെന്നർത്ഥം. അപ്പോൾ ഇതാണ് മാജിക് സർക്കിൾ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചിന് പകരം ഡബിൾ ക്രോഷ്യ സ്റ്റിച്ച് ഇട്ട് നോക്കുക. അപ്പോൾ ഈ 5 എണ്ണം ചിലപ്പോൾ മതിയാവില്ല, അത് നമ്പർ കൂട്ടി ചെയ്ത് നോക്കുക. ഓരോ സ്റ്റിച്ചും ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക ഈ റിങ്ങിൽ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച് ഈ മാജിക് റിങ്ങും അതുപോലെ ഈ മാജിക് നോട്ടും രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക.